ഹലോ, നമസ്കാരം. നമുക്കിന്ന് ഒരു അമ്പലത്തിൽ പോയാലോ? നമ്മുടെ ബാംഗ്ലൂർ കനകപുര റോഡിലുള്ള ബാംഗ്ലൂരിൽ തന്നെ റിച്ചസ്റ്റ് ടെമ്പിളായിട്ടുള്ള 111 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ദേവി ടെമ്പിളാണ് ബെൻശങ്കരി. അപ്പോൾ ഇവിടെ പോകാൻ വളരെ എളുപ്പമാണ്. നമുക്കിവിടെ മെട്രോ സൗകര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാൻ പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടുത്തെ കാഴ്ചകളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി സിറ്റീന് ഒരു ഏകദേശം എന്താ പറയുക മധ്യത്തിലായിട്ട് വരുന്നൊരു അമ്പലമാണെങ്കിലും ഇവിടെ ഇഷ്ടംപോലെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിത് മെട്രോ ഇറങ്ങിയിട്ട് ആ സൈഡിലൂടെയാണ് അമ്പലത്തിലോട്ട് കയറുന്നത്. ഇവിടെ കാലൊക്കെ കഴുകി അമ്പലത്തിലോട്ട് പോകാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. ഇതിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത് കുറച്ച് അപ്പുറത്തോട്ടായിട്ടാണ്. നമുക്ക് അതിലൂടെയും കയറാം, പക്ഷേ നമ്മൾ മെട്രോ ഇറങ്ങിയിട്ട് വരുമ്പോൾ ഇതായിരിക്കും നമുക്ക് കാണുന്ന എൻട്രൻസ് ആദ്യത്തേത് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഞാൻ പോകുമ്പോഴുള്ള കാഴ്ചകളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. എല്ലാ തവണയും പോകാറുള്ളത് ഫ്രൈഡേയ്സിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. ഈ ഫ്രൈഡേയ്സിൽ പോകുമ്പോഴൊക്കെ തന്നെ ദേവിയുടെ ഒരു എഴുന്നള്ളത്തിങ്ങനെ ഉണ്ടാവാറുണ്ട്. ഒരു 3 പ്രദക്ഷിണം ഇങ്ങനെ തേരിൽ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈഡേയ്സിലാണ് ഞാൻ കാണാറുള്ളത്. അല്ലാത്ത ദിവസങ്ങളിൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നാരങ്ങ വിളക്ക് വഴിപാട് തന്നെയാണ്. അപ്പോൾ യൂഷ്വലി ഞാൻ ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 നാരങ്ങ വാങ്ങിച്ച് അതിനെ കട്ട് ചെയ്ത് അതിനകത്തുള്ള ജ്യൂസൊക്കെ കളഞ്ഞതിന് ശേഷം തിരിച്ചിട്ട് അതിനകത്തേക്ക് ഞാൻ അതിനാവശ്യമായിട്ടുള്ള തിരികളും അതിൻ്റെ നെയ്യ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും. അതിന് വേണ്ടുന്ന പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ ഇവിടുന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുക ചെയ്തത്, അതും നമുക്ക് അവൈലബിളാണ്. അപ്പോൾ നാരങ്ങ വിളക്ക് വെക്കുന്ന സമയത്ത് യൂഷ്വലി ഒറ്റ സംഖ്യയായിട്ടുള്ള നമ്പറുകളായിട്ടുള്ള നാരങ്ങകളാണ് ഉപയോഗിക്കുക. അതായത് ഇപ്പോൾ 2 നാരങ്ങ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു അങ്ങനെ 1, 3, 5 അങ്ങനെയൊക്കെയാണ് വിളക്ക് യൂഷ്വലി വെക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. എല്ലാ ഫ്രൈഡേയ്സിലും ചെയ്യാം, അല്ലെങ്കിൽ ട്യൂസ്ഡേയ്സ്, സൺഡേയ്സ്. എന്തായാലും രാഹുകാലത്തിലാണ് വിളക്ക് വെക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷേ ഞാൻ യൂഷ്വലി ചെയ്യുന്നത് വൈകിട്ടാണ് കേട്ടോ. നമുക്ക് അതാണ് സൗകര്യം. ഇപ്പം ഫ്രൈഡേയ്സിലാണെങ്കിൽ 10:30 to 12 അല്ലേ രാഹുകാലം വരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഭയങ്കര റഷായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഒരിക്കൽ അങ്ങനെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല റഷായിരുന്നു ശരിക്കും. അതൊരു ശിവരാത്രിയുടെ തലേ ദിവസവും അങ്ങനെ ശിവരാത്രി ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വമ്പിച്ച തിരക്കായിരുന്നു ശരിക്കും. പക്ഷേ ഈ ഫ്രൈഡേയ്സിലാണെങ്കിൽ മാനേജബിൾ ആയിട്ടുള്ള ഇത്രയും തിരക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും നമുക്കങ്ങനെ വലിയൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഉന്തും തള്ളൊന്നും ഇല്ലാതെ തന്നെ നല്ല ദർശനമൊക്കെ കിട്ടും. ഈ നാരങ്ങ വിളക്ക് റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടേ കത്തിക്കാവുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ഇത്രയും സമയം ഇത് പിടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ഈ ക്രൗഡിൽ അത് ബുദ്ധിമുട്ടാണ് ആക്ച്വലി. അപ്പോൾ അതിനുള്ളിൽ കത്തിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ളിലെത്തി നമ്മൾ ഗണപതി ഉണ്ട്, ആദ്യം ഒരു പ്രതിഷ്ഠയുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ദേവി വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ശിവൻ്റെ ഒരു പ്രതിഷ്ഠ കൂടെ ഈ ശ്രീകോവിലിനകത്ത് വരും. അപ്പോൾ ഗണപതിയുടെ പ്രതിഷ്ഠത്തിന് മുന്നേ വിളക്ക് വെച്ചാൽ മതി. അപ്പോൾ അതിന് അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ നേരെ ഇനി വരേണ്ടത് ഇവിടെ ഒരു നവഗ്രഹങ്ങളുണ്ട് കേട്ടോ. അത് ഞാൻ സൈഡിലൂടെ നമ്മൾ അമ്പലത്തിലോട്ട് കയറിയില്ലേ, ആ എൻട്രൻസിൽ തന്നെ വരുന്നതാണ്. റൈറ്റ് സൈഡിലായിട്ട് വരും കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തൊഴുതതിന് ശേഷം ഒരു പ്രദക്ഷിണം വെച്ചിട്ട് അതിൻ്റെ നേരെ ലെഫ്റ്റ് സൈഡിലോട്ട് പോവുക. അവിടെ ഒരു ആൽത്തറയുണ്ട്. ഇങ്ങനെയുള്ള ചെറിയ സൗകര്യങ്ങളൊക്കെ അവിടെയുണ്ട്. അവിടെ ഒരു നല്ലൊരു സ്റ്റേജ് കാണാം. ആ സ്റ്റേജിൽ മോസ്റ്റ് ഓഫ് ദ ടൈം പ്രോഗ്രാംസ് ഉണ്ടാവാറുണ്ട് കേട്ടോ. ഡാൻസ് പ്രോഗ്രാംസ് ഉണ്ടാവാറുണ്ട്. ഇന്ന് അതുണ്ടായിരുന്നില്ല. ഇനി അവിടെയുള്ള ഒരു 2 പ്രതിഷ്ഠ കൂടെ ഉണ്ട്. ദേവി അതുപോലെ തന്നെ ഹനുമാൻ്റെ പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ തൊഴുതതിന് ശേഷം നമുക്ക് ഇതുപോലുള്ള ഒരു സ്പേസ് ഉണ്ട്. അവിടെ നമ്മൾ കത്തിച്ച നാരങ്ങ വിളക്കുകളൊക്കെ അവിടെ മാറ്റി വെക്കണം. പൂവും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ സമർപ്പിച്ചാൽ മതി. ഇത്രയാണ് നമ്മൾ അമ്പലത്തിൽ പോയാൽ യൂഷ്വലി ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഈ നാരങ്ങ അവിടെ ഇപ്പം ഞാനിപ്പോൾ എടുത്ത് വെച്ചില്ലേ, അത് വെക്കാൻ ഞാൻ യൂഷ്വലി ഒരു സ്പൂണൊക്കെ കൊണ്ടുപോകാറുണ്ട്. പക്ഷേ ഇപ്പോഴിങ്ങനെ ഒരു ഇത് അവിടെ നിന്ന് തന്നെ തരുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു കുറച്ച് ആൾക്കാർ അതിനായിട്ടുള്ളതുണ്ട്.
അപ്പോൾ അങ്ങനെ ചെയ്യാം, കാരണം ഇത് ചൂടുണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഏകദേശം എല്ലാ ഇതൊക്കെ വഴിപാട് കംപ്ലീറ്റ് ആയി കേട്ടോ. ഇത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എവറി ഫ്രൈഡേയ്സ് ചെയ്യാം, ഓർ ട്യൂസ്ഡേയ്സ് ഓർ സൺഡേയ്സ് കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഇതൊക്കെ ഓരോരാളുടെയും വിശ്വാസവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എന്ത് തന്നെയാലും അവിടെ പോയാൽ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ, അതിൽ നോ ഡൗട്ട്. അപ്പോൾ അങ്ങനെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങളിവിടെ നമ്മുടെ അന്നദാന കൗണ്ടറിലോട്ട് വന്നു. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡാണ് കൊടുക്കാറുള്ളത്. ഇന്നുണ്ടായിരുന്നത് പൊങ്കലും അതുപോലെ തന്നെ പായസമായിരുന്നു. അങ്ങനെ നമ്മുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇറങ്ങുവാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അമ്പലത്തിൽ ഒരിക്കൽ വന്നു കഴിഞ്ഞാലോ നമുക്ക് വീണ്ടും വീണ്ടും വരണമെന്ന് തോന്നും. മാത്രമല്ല നമുക്ക് വരാൻ വളരെ എളുപ്പമാണ്. അപ്പം നമ്മൾ ഇറങ്ങുമ്പോഴും ഈ കടകളൊക്കെ ഇപ്പോഴും സജീവമാണ് കേട്ടോ. നമ്മളങ്ങനെ തിരിച്ച് മെട്രോയിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഒരു മസ്റ്റ് വിസിറ്റായിട്ടുള്ള നമ്മുടെ ബാംഗ്ലൂരിലൊരു ടെമ്പിളാണിത്. അപ്പോൾ നമുക്ക് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.